വേൾഡ് കപ്പ് തന്നെ കണ്ട എക്കാലത്തെയും മികച്ച മത്സരങ്ങളിലൊന്ന്. ഒരു ഫുട്ബോൾ ആരാധകനും മറക്കാത്ത രീതിയിലുള്ള മത്സരമായിരുന്നു ഇന്ന് പ്രീ ക്വാർട്ടറിൽ നടന്ന ഇംഗ്ലണ്ട് vs മെക്സിക്കോ പോരാട്ടം. ഒടുവിൽ ആതിഥേയരായ മെക്സിക്കോ ഭാഗ്യമില്ലായ്മ കൊണ്ട് മാത്രം തോറ്റുമടങ്ങിയ പോരാട്ടം. ഇംഗ്ലണ്ടിൻ്റെ ഡിഫൻസും അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ടീം തന്നെ അവരുടെ ഡിഫൻസിൽ ഒരു കോട്ട പോലെ അണിനിരന്ന് ഒടുവിൽ വിജയം വാങ്ങിയെടുത്ത പോരാട്ടം. ഫുട്ബോൾ ആരാധകരെ മുൾമുനയിൽ നിർത്തിയ പോരാട്ടം. ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്ന്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ബോൾ പൊസിഷൻ കൈവച്ചത് മെക്സിക്കോയായിരുന്നു. മെക്സിക്കോയുടെ മനോഹരമായ മുന്നേറ്റങ്ങൾ കണ്ടെങ്കിലും അതിന് മറുപടിയായി ഇംഗ്ലണ്ടിന്റെ ചില നീക്കങ്ങൾ കണ്ടു. മത്സരത്തിലെ നിർണായകമായ നീക്കം നടത്തിയത് ബെല്ലിംഗ്ഹാം ആയിരുന്നു. ഒടുക്കം ബെല്ലിംഗ്ഹാം തന്നെ ഗോൾ സ്കോർ ചെയ്യുന്നു. മത്സരത്തിന്റെ 36-ാം മിനിറ്റിൽ നേടിയ ഗോളിലൂടെ ഇംഗ്ലണ്ട് മുന്നിലെത്തുന്നു. ബെല്ലിംഗ്ഹാമിന്റെ സൂപ്പർ ക്ലാസ്. പക്ഷേ അധികം വൈകിയില്ല. 2 മിനിറ്റ് കഴിഞ്ഞ് മത്സരത്തിന്റെ 38-ാം മിനിറ്റിൽ വീണ്ടും ഇംഗ്ലണ്ട് മധ്യനിര താരമായ ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിനെ മുന്നിലെത്തിക്കുന്നു. സ്കോർ 2-0. ഇംഗ്ലണ്ടിന്റെ വലിയ തിരിച്ചുവരവാണ് ഫുട്ബോൾ ലോകം കണ്ടത്. 2-0 മെക്സിക്കോയെ പിന്നിലാക്കിയിരിക്കുകയാണ് ഇംഗ്ലണ്ട്. പക്ഷേ താങ്കളുടെ സ്വന്തം ആരാധകർക്ക് മുന്നിൽ മെക്സിക്കോക്ക് എങ്ങനെ തിരിച്ചു വരാതിരിക്കാൻ പറ്റും? മത്സരത്തിന്റെ 42-ാം മിനിറ്റിൽ ക്വിനിയസ് നേടിയ ഗോളിലൂടെ മെക്സിക്കോ ഒന്ന് തിരിച്ചടിക്കുന്നു. സ്കോർ 2-1. അങ്ങനെ ആദ്യ പകുതി പിരിയുമ്പോൾ ഇംഗ്ലണ്ട് 1 ഗോളിന് മുന്നിൽ. രണ്ടാം പകുതിയിൽ തിരിച്ചു വരാനുള്ള എല്ലാ പ്രതീക്ഷകളും സജീവമാക്കിക്കൊണ്ട് തന്നെയാണ് മെക്സിക്കോ തുടങ്ങിയത്. അതിനിടെ മത്സരത്തിന്റെ 54-ാം മിനിറ്റിൽ കളിയെ മാറ്റിമറിച്ചുകൊണ്ട് ക്വനഷിന് റെഡ് കാർഡ് കണ്ടതോടെ ഇംഗ്ലണ്ട് 10 പേരുമായി ചുരുങ്ങുന്നു. എന്നാൽ 4 മിനിറ്റിനകം തന്നെ ഇംഗ്ലണ്ടിന് അനുകൂലമായി പെനാൽറ്റി. ഹാരി കെയ്ൻ എടുത്ത പെനാൽറ്റി ഒട്ടും പിഴച്ചില്ല. ഹാരി കെയ്ൻ കൃത്യമായി പന്ത് വലയിലാക്കുന്നു. ഇംഗ്ലണ്ട് 3-1 മുന്നിൽ. മത്സരത്തിന് 60 മിനിറ്റ് പ്രായമാകുമ്പോഴേക്കും 10 പേരുമായി ചുരുങ്ങിയിട്ടും ഇംഗ്ലണ്ട് ഗോൾ അടിച്ചിരിക്കുന്നു. എന്നാൽ മെക്സിക്കോയുടെ പിന്നെയുള്ള തുടരെയുള്ള ആക്രമണങ്ങളാണ് കണ്ടത്. ഒടുവിൽ മത്സരത്തിന്റെ 69-ാം മിനിറ്റിൽ അതിന് ഫലവും ലഭിച്ചു. മെക്സിക്കോക്ക് അനുകൂലമായി പെനാൽറ്റി എടുത്ത ഗിമിനസിന് പിഴച്ചില്ല. 69-ാം മിനിറ്റിൽ മെക്സിക്കോ 1 ഗോൾ കൂടി തിരിച്ചടിക്കുന്നു. സ്കോർ 3-2. പിന്നെ കണ്ടതായിരുന്നു ഇംഗ്ലണ്ടിന്റെ പോരാട്ട വീര്യവും മെക്സിക്കോയുടെ അപാര ശ്രമവും. പക്ഷേ നിരന്തര ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഗോൾ മാത്രം അകന്നു നിന്നു. ഭാഗ്യം കൊണ്ട് ഇത്തവണ ഭാഗ്യം കൂടെയുണ്ട് എന്ന് ഇംഗ്ലണ്ട് തെളിയിച്ച മത്സരം കൂടിയായിരുന്നു ഇത്. കാരണം എത്രയെത്ര അറ്റാക്കുകളാണ് മെക്സിക്കോ തുടരെ ഇംഗ്ലണ്ട് ബോക്സിലേക്ക് ക്രോസുകളുമായും മറ്റു ഷോട്ട് ഓൺ ടാർഗറ്റുകളുമായി എല്ലാം ഉതിർത്തത്. പക്ഷേ ഗോൾ കീപ്പറും ഇംഗ്ലണ്ട് താരങ്ങളും ഒന്നിനൊന്ന് മെച്ചത്തോടെ താങ്കളുടെ പോരാട്ട വീര്യം ബോക്സിൽ നിന്ന് പുറത്തേക്ക് കടത്തി. മെക്സിക്കോയുടെ വമ്പൻ ശ്രമങ്ങൾ ഒരുപാട് കണ്ടെങ്കിലും പക്ഷേ സ്കോർ മാത്രം പിറന്നില്ല. കാണികളുടെ വലിയ ആർത്തുവിളികളുണ്ടെങ്കിലും മത്സരം അവസാനിക്കുമ്പോൾ എല്ലാം നിശബ്ദമായി. മെക്സിക്കോക്ക് തിരിച്ചെത്താൻ പറ്റിയില്ല. 22 ഷോട്ടുകളാണ് ഇന്നത്തെ മത്സരത്തിൽ മെക്സിക്കോ എടുത്തത്. 5 ഓൺ ടാർഗറ്റുകൾ. ഗോൾ സ്കോറിൽ മാത്രമാണ് ഇംഗ്ലണ്ട് മുന്നിട്ടുന്നത്. ബാക്കിയുള്ള എല്ലാ മേഖലയിലും മെക്സിക്കോയുടെ സർവാധിപത്യമാണ് കണ്ടത്. പിടിച്ച കളി കൈവിടുന്ന ഇംഗ്ലണ്ടിന്റെ പഴയ സ്വഭാവം ഇവിടെ കണ്ടില്ല. താങ്കളുടെ ഓരോ താരങ്ങളും പ്രതിരോധ നിരയിൽ അണിനിരന്നുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ട് ഈ വിജയം സ്വന്തമാക്കിയത്. ഇതോടെ ഈ വേൾഡ് കപ്പിലെ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാൻ ഇംഗ്ലണ്ടിന് സാധിച്ചിരിക്കുകയാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ.